നമസ്കാരം. ദിവസത്തെ പ്രധാന വാർത്തകൾ ചർച്ച ചെയ്യുന്ന സ്റ്റേറ്റ് ഓഫ് ന്യൂസിലേക്ക് സ്വാഗതം. കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ ഇന്ന് തീരുമാനിക്കുമെന്ന സൂചനകൾക്കിടെ നേതൃത്വത്തിന് തലവേദനയായി കോൺഗ്രസ് എം പി കെ സുധാകരൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ മത്സരിക്കണമെന്ന ആവശ്യത്തിൽ പിന്നോട്ടില്ലെന്ന് ആവർത്തിക്കുന്നതിനിടെ സുധാകരൻ ഇന്ന് ഡൽഹിയിലെത്തിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയുമായി അദ്ദേഹം ഇന്ന് കൂടിക്കാഴ്ച നടത്തുമെന്നാണ് വിവരം. കഴിഞ്ഞ ദിവസം സുധാകരനുമായി മല്ലികാർജ്ജുൻ ഖാർഗെ സംസാരിച്ചിരുന്നു. കണ്ണൂർ നിയമസഭാ സീറ്റ് വേണമെന്ന കെ സുധാകരൻ്റെ നിലപാടിൽ സംസ്ഥാന നേതൃത്വത്തിനും ജില്ലയിലെ നേതാക്കൾക്കും അതൃപ്തിയുണ്ട്. അനാവശ്യ വിവാദം ഉണ്ടാക്കുന്നുവെന്നാണ് വിലയിരുത്തൽ. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി പാർട്ടി നേതൃത്വം ഹൈക്കമാൻഡിന് കത്തയച്ചിരുന്നു. കോൺഗ്രസിൽ എം പിമാർ മത്സരിക്കേണ്ടെന്ന സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഉറച്ച നിലപാടിന് ഹൈക്കമാൻഡിൻ്റെ പിന്തുണയുണ്ട്. തർക്കങ്ങൾക്കിടെ കോൺഗ്രസിൻ്റെ ആദ്യഘട്ട പട്ടിക ഇന്ന് പ്രഖ്യാപിക്കുമെന്നാണ് വിവരം. കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം രാവിലെ ചേരും. 70 സീറ്റുകളിൽ ധാരണ ഉണ്ടായതായാണ് അറിയാനാവുന്നത്. തർക്കം തുടരുന്ന സീറ്റുകളിൽ ചർച്ചയിലൂടെ പരിഹരിക്കാമെന്നാണ് നേതൃത്വം പ്രതീക്ഷിക്കുന്നത്. ഇനി ഇന്നത്തെ ദേശീയ വാർത്തയിലേക്ക്. BJP മുൻ MLA കുൽദീപ് സിംഗ് സെൻഗാർ പ്രതിയായ ഉന്നാവോ ബലാത്സംഗ കേസിൽ CBI പ്രതി ചേർത്ത 3 പോലീസ് ഉദ്യോഗസ്ഥരെ കോടതി വെറുതെ വിട്ടു. കേസിൽ FIR രജിസ്റ്റർ ചെയ്യുന്നതിൽ വീഴ്ച വരുത്തിയെന്നായിരുന്നു ഇവർക്കെതിരെയുള്ള CBI ആരോപണം. ഉദ്യോഗസ്ഥർ കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തിയെന്ന് തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടുവെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. 2017 ജൂൺ 4-നാണ് കേസിനാസ്പദമായ സംഭവമുണ്ടായത്. ഉന്നാവിലെ BJP നേതാവും MLAയുമായിരുന്ന കുൽദീപ് സിംഗ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തെന്നാണ് കേസ്. സംഭവത്തിൽ പോലീസ് കേസെടുക്കാൻ മടിക്കുകയും പെൺകുട്ടിയെ പരാതിയിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തതായി CBI ആരോപിച്ചിരുന്നു. കുൽദീപ് സിംഗ് സെൻഗാർ ലൈംഗികമായി പീഡിപ്പിച്ചതായി ആരോപിച്ചും പോലീസ് അനാസ്ഥ ചൂണ്ടിക്കാട്ടിയും ഇര ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര പോർട്ടലിൽ പരാതി നൽകിയിരുന്നു. അവിടെ നിന്ന് പരാതി നടപടികൾക്കായി ജില്ലാ പോലീസിന് കൈമാറുകയായിരുന്നു. എന്നാൽ മുഖ്യമന്ത്രിയുടെ പോർട്ടൽ ഭരണപരമായ പരാതികൾ പരിഹരിക്കാനുള്ളൊരു സംവിധാനം മാത്രമാണെന്ന് നിരീക്ഷിച്ചുകൊണ്ടാണ് കോടതിയുടെ നടപടി. നിയമപരമായി ഒരു കുറ്റകൃത്യത്തെക്കുറിച്ച് പോലീസിന് നൽകുന്ന വിവരം അല്ലെങ്കിൽ FIR ആയി ഇതിനെ കാണാൻ കഴിയില്ല. ക്രിമിനൽ നടപടി ചട്ടപ്രകാരം ഒരു പോലീസ് സ്റ്റേഷനിൽ നൽകുന്ന ഔദ്യോഗിക പരാതിക്ക് ലഭിക്കുന്ന അതേ ഗൗരവം മുഖ്യമന്ത്രിയുടെ പോർട്ടലിൽ പരാതിക്ക് നൽകാനാവില്ലെന്ന് കോടതി വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെ പോർട്ടലിൽ പരാതി നൽകുന്നതിന് മുമ്പ് പോലീസ് സ്റ്റേഷനുകളിൽ പരാതി എഴുതി നൽകിയിരുന്നില്ലെന്ന പെൺകുട്ടിയുടെയും അമ്മയുടെയും മൊഴി ചൂണ്ടിയായിരുന്നു കോടതിയുടെ നിരീക്ഷണം. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചതിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ കുൽദീപിനെ കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചിരുന്നു. അതിജീവിതയുടെ പിതാവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടും ഇയാൾ ശിക്ഷ അനുഭവിക്കുന്നുണ്ട്. കേസിൽ സാക്ഷികളെ അടക്കം സ്വാധീനിക്കാൻ ശ്രമം നടക്കുന്നുവെന്ന ആരോപണത്തിനിടെ ബലാത്സംഗ കേസിൽ കുൽദീപിന് ഡൽഹി ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. തുടർന്ന് പ്രതിഷേധത്തിനിടെ പെൺകുട്ടിയെയും അമ്മയെയും പോലീസ് ഡൽഹിയിൽ ബലം പ്രയോഗിച്ച് നീക്കിയത് വലിയ വാർത്തയായിരുന്നു. ഇനി ഇന്നത്തെ അന്താരാഷ്ട്ര വാർത്തയിലേക്ക്. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനുമായി യുദ്ധം തുടരുന്നതിനിടെ കാബൂളിലെ ആശുപത്രിക്ക് നേരെ പാക് സേന നടത്തിയ വ്യോമാക്രമണത്തിൽ 400 പേർ കൊല്ലപ്പെട്ടു. ആക്രമണത്തിൽ 250ഓളം പേർക്ക് പരിക്കേറ്റതായും ആശുപത്രി കെട്ടിടം പൂർണ്ണമായും തകർന്നതായും താലിബാൻ വക്താവ് ഹംദുള്ള ഫിത്രത്ത് വ്യക്തമാക്കുന്നുണ്ട്. കാബൂളിലെ ലഹരി വിമുക്ത ചികിത്സാ കേന്ദ്രമായ ഒമർ ആശുപത്രിയിൽ തിങ്കളാഴ്ച വൈകിട്ട് 9ഓടെയാണ് ആക്രമണമുണ്ടായതെന്ന് ഹംദുള്ള ഫിത്രത്ത് എക്സിൽ കുറിച്ചു. ആക്രമണം നടക്കുമ്പോൾ ഏകദേശം 3000ഓളം അന്തേവാസികൾ ഈ കേന്ദ്രത്തിൽ ചികിത്സയിലുണ്ടായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. തകർന്നു വീണ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിലെ തീയണയ്ക്കാൻ അഗ്നിശമന സേനാംഗങ്ങൾ പണിപ്പെടുന്ന ദൃശ്യങ്ങൾ പ്രാദേശിക മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. അതേസമയം മേഖലയിൽ സൈനിക താവളങ്ങളെയും തീവ്രവാദ കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ട് മാത്രമാണ് ആക്രമണം നടത്തിയതെന്ന് പാകിസ്ഥാൻ വാർത്താവിതരണ മന്ത്രി അത്താഉല്ല തരാർ പ്രതികരിച്ചിട്ടുണ്ട്. കാബൂളിലെ സൈനിക അടിസ്ഥാന സൗകര്യങ്ങളും ആയുധ സൂക്ഷിപ്പ് കേന്ദ്രങ്ങളും നശിപ്പിച്ചതായി അത്താഉല്ല തരാർ പറയുന്നു. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടം ഭീകര സംഘടനകളെ സഹായിക്കാനായി ഉപയോഗിക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങളാണ് ലക്ഷ്യമിട്ടതെന്ന് തരാർ വീണ്ടും ആവർത്തിക്കുകയാണ്. അതിർത്തിയിൽ ഇരു വിഭാഗവും തമ്മിലുണ്ടായ വെടിവെപ്പിന് പിന്നാലെയായിരുന്നു പാകിസ്ഥാൻ്റെ വ്യോമാക്രമണം. വെടിവെപ്പിൽ 4 അഫ്ഗാനികൾ കൊല്ലപ്പെട്ടിരുന്നു. അതിർത്തിയിൽ ഇരു രാജ്യങ്ങളും ഏറെ നാളായി ഏറ്റുമുട്ടൽ തുടരുകയാണ്. കഴിഞ്ഞ ഫെബ്രുവരി 27 മുതൽ അഫ്ഗാനിസ്ഥാനുമായി പാകിസ്ഥാൻ തുറന്ന യുദ്ധം പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് ഈ പുതിയ ആക്രമണങ്ങൾ ഉണ്ടായിരിക്കുന്നത്. തങ്ങളുടെ രാജ്യത്ത് ഭീകരാക്രമണം നടത്തുന്നവർക്ക് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടം അഭയം നൽകുന്നു എന്നായിരുന്നു പാകിസ്ഥാൻ്റെ പ്രധാന ആരോപണം. എന്നാൽ താലിബാൻ ഇത് തള്ളുകയായിരുന്നു. 2021 ഓഗസ്റ്റിൽ താലിബാൻ അധികാരം പിടിച്ചെടുത്ത ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായി തന്നെ തുടരുകയാണ്.